നമസ്കാരം. സദ്യ കഴിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഇഞ്ചിത്തൈര്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്ന രീതിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് തൈര്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഉള്ളി ഇത്ര ഐറ്റംസ് മതി. പിന്നെ ചെറിയ തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്ര ഐറ്റംസും കൊണ്ട് നമുക്ക് നല്ല രുചിയുള്ള ഇഞ്ചിത്തൈര് ഉണ്ടാക്കാം. അതിന് വലിയ പാടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കടുക് വറുക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെച്ചു. അതിനകത്തേക്ക് അല്പം കടുക് ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്തു. അതൊന്ന് പയ്യെ പൊട്ടി ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും പിന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സബോളയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് വഴഞ്ഞു വരണ്ട. നമ്മളൊന്ന് ഏകദേശം ഒന്ന് വാടി വരുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനു മുമ്പ് നമുക്കിനി അതിനകത്തേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് ഞാനിതിൽ ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിനി അതിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് വാടുന്നത് വരെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതലൊന്നും ഇതിനകത്തേക്ക് ചേർക്കാനില്ല. ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പം നമ്മളിനി അവിടെ റെഡിയാക്കി വച്ചിരിക്കുന്ന തൈരിനകത്തേക്ക് ഞാനിത് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും നോക്കാനില്ല. ഞാനത് വാടി ഏകദേശം ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞപ്പോൾ ഞാനതവിടെ റെഡിയാക്കി വച്ചിരിക്കുന്ന തൈരിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഉപ്പ് പാകത്തിനാണോ എന്ന്. നമ്മൾ ഉപ്പ് പാകത്തിനല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് അല്പം കൂടി ഒന്ന് ഉപ്പ് ചേർക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്ത് ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിത്തൈര് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് സദ്യയ്ക്കൊക്കെ ഒരു അടിപൊളി വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമല്ലോ എന്ന് കരുതി കൊണ്ടുവന്നതാണ്. അപ്പോൾ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.